ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് ഇന്ന് നിർണായകം. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കേസിൽ നേരത്തെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. മാങ്കുടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിജീവിതയുടെ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ മാങ്കുടത്തിൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിക്കുന്ന പ്രധാന വാദം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 10ഓളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നും അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് മാങ്കുടത്തിൽ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ ജാമ്യം അനുവദിക്കരുത് എന്നതാണ് പരാതിക്കാരിയും പ്രോസിക്യൂഷനും വാദിച്ചത്. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കുടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. 2ഉം 3ഉം കേസിൽ ജാമ്യം ലഭിച്ച രാഹുലിന് 1ാം കേസിൽ മാത്രമാണ് ഇനി ജാമ്യം ലഭിക്കാനുള്ളത്. പാലക്കാട് MLA രാഹുൽ മാങ്കുടത്തിലിന് ഇന്ന് നിർണായകമാണ്. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയും. ഹൈക്കോടതിയാണ് വിധി പറയുക. 2ഉം 3ഉം കേസിൽ ജാമ്യം ലഭിച്ച രാഹുലിന് 1ാം കേസിൽ മാത്രമാണ് ഇനി ജാമ്യം ലഭിക്കാനുള്ളത്. രാഹുൽ മാങ്കുടത്തിലിന്റെ ജാമ്യം നൽകരുത് എന്നതാണ് പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ അതിജീവിതയുടെയും ആവശ്യം. ആദ്യ ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുന്നത്. കേസിൽ നേരത്തെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. മാങ്കുടത്തിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിജീവിതയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ മാങ്കുടത്തിൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കം 10ഓളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നും അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് രാഹുൽ മാങ്കുടത്തിൽ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ ജാമ്യം അനുവദിക്കരുത് എന്നതാണ് പരാതിക്കാരിയും പ്രോസിക്യൂഷനും വാദിച്ചത്. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കുടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്.